ഞാനിന്നോട് സംസാരിക്കാൻ പോകുന്നത് ശനിദോഷത്തെ പറ്റിയാണ്. ശനി എന്ന് പറഞ്ഞാൽ പലരെയും പല രീതിയിലും ബാധിക്കുന്നുണ്ട്. അത് ശനിദശ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് 19 വർഷമാണ്. ഈ 19 വർഷത്തിനിടയ്ക്ക് പല ദുരിതങ്ങളും ദുഃഖങ്ങളും അതുപോലെ തന്നെ കണ്ടകശനി, ഏഴരശനി, ജന്മശനി ഇവയെല്ലാം അലട്ടുന്നുണ്ട്. എന്നോർത്ത് നമുക്ക് പേടിക്കണ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യത കുറവ് തന്നെയാണ്. അതായത് ജ്യോതിഷപ്രകാരം എന്ന് പറയുമ്പോൾ സുഖവും ദുഃഖവും ഈക്വലായിട്ട് തന്നെയാണ് ഈ ശനിദശാകാലത്ത് അനുഭവം വരുന്നത്. കാരണം ഒരു ശനിദശാകാലത്ത് തന്നെ ശനിയുടെ അപകാരത്തിലാണെങ്കിലും നമുക്ക് ദുഃഖം മാത്രമല്ല കിട്ടുന്നത്, സുഖവും കിട്ടും. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശനീശ്വര പൂജ ചെയ്യുക, ധർമ്മശാസ്താവിന് എള്ള് കഴുകി എള്ള് പായസമൊക്കെ നടത്തുക, ശിവക്ഷേത്രത്തിൽ അർച്ചന, ജലധാര, ഇതൊക്കെ നല്ല വഴിപാടുകളാണ്. പിന്നെ 19 വർഷവും ശനിദശ എന്ന് പറയുമ്പോഴത്തെ എല്ലാ ജനങ്ങൾക്കും പേടിയാണ്. അതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 120 വർഷം. ഈ 120 വർഷത്തിനിടയ്ക്ക് പല വിധത്തിലുള്ള എന്നുവെച്ചാൽ അത്രയൊന്നും നമ്മളിപ്പോൾ ഈ ഓരോ ദശയുണ്ടല്ലോ, ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് 120 വർഷമാണ് ഓരോ ദശാകാലം. പക്ഷെ അത്രയൊന്നും മനുഷ്യൻ ഒരിക്കലും ജീവിക്കില്ലല്ലോ. പലവിധ രോഗങ്ങളാലും പ്രശ്നങ്ങളാലും പല പ്രതിസന്ധികളിലൂടെയാണ് തരണം ചെയ്ത് ഈ ഒരു കാലഘട്ടം നമ്മൾ നമ്മുടെ ആയുസ് ൻ്റെ ഒരു ചക്രം പൂർത്തിയാക്കണത്. അതുപോലെ തന്നെ പല രീതിയിലുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ പ്രശ്നത്തിന് വരുവാണെങ്കിൽ നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ നോക്കി അത് ഏത് വഴിയാണ് വന്നത്, പൂർവജന്മത്തിൻ്റെ ദോഷമാണോ, പിതൃക്കളുടെ ദോഷമാണോ, അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ദോഷമാണോ, അതുപോലെ തന്നെ ഗ്രഹനിലപ്രകാരം സമയദോഷമാണോ എന്നെല്ലാം വ്യക്തമായിട്ട് തന്നെ നമുക്ക് വെറ്റിലയിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മളതിന് വഴിപാടുകളാണെങ്കിലും പൂജാവിധിപ്രകാരമുള്ള കർമ്മങ്ങളാണെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഈശ്വര സന്നിധിയിൽ പോയിട്ട് വഴിപാടുകൾ നടത്തുക. ഇപ്പോൾ ഒരു വിവാഹം തന്നെ വന്നത് മുടങ്ങിക്കിടക്കുകയാണ്, പല രീതിയിലും നോക്കിയിട്ട് നടക്കുന്നില്ല. അതിനനുസരിച്ചുള്ള പൂജാവിധികളുണ്ടല്ലോ. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പിന്നെ സ്വയംവര, പുഷ്പാർച്ചന, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ രീതിയിലുള്ള പൂജകൾ. പിന്നെ ഈ പിതൃക്കളുടെ ദോഷം എന്ന് പറയുന്നത് അത് നമ്മളെ ഭാവിയിലും വരും തലമുറയ്ക്കൊക്കെ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ പിതൃക്കൾ ജീവിച്ചിരിക്കുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുക, സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുക, സ്ത്രീകൾക്ക് നാശം വരുത്തുക, മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ, അതായത് നമ്മളെ ഒരു ടോർച്ചർ ചെയ്യുന്ന ഒരവസ്ഥ. അതൊരു സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലൊക്കെ വളരെ കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. എന്നുവെച്ചാൽ അവർക്ക് അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അവർക്കൊന്നും പ്രതികരിക്കാനുള്ള ഒരു സന്ദർഭമോ ഒന്നുമില്ല. തിരിച്ചൊന്നും ചെയ്യാനോ പറയാനോ മേലാത്തൊരവസ്ഥയിൽ. കാരണം ശരിക്കും ഒരു മൃഗങ്ങളുടെ ഒരവസ്ഥ. അതായത് ഒരു പട്ടിക്കുട്ടീനെ നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് ചെയ്യാൻ അറിയാൻ മേലാത്ത ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കുമല്ലോ അവരുടെ ഒരു ജന്തുക്കളുടെയൊക്കെ ഒരു ഇതെന്ന് പറയുമ്പോൾ. പണ്ടത്തെ പോലെയുള്ളൊരു സ്ത്രീകളുടെ അനുഭവം അങ്ങനെ തന്നെയാണ്. ഉപമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഇതിപ്പോൾ അതിന് ട്രോളൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ പല രീതിയിലും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, പിന്നെ അടിച്ച് അമർത്തപ്പെട്ട ഒരു ജീവിതശൈലിയിലാണല്ലോ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിന് കാർക്കശ്യ സ്വഭാവം കാണിക്കുക. പിന്നെ ഈ അവരുടെ പണിക്കാരെ വെച്ചാൽ ഒരു വിഭാഗക്കാരെന്ന് പറയുമ്പോൾ തീരെ താണ ജാതിക്കാരായിരിക്കുമല്ലോ. അവരുടെ വീട്ടിൽ
ജോലിക്ക് വരുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാക്കുക, ജോലി ചെയ്യുന്നതിനെ എതിർക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഘട്ടങ്ങളും പല ഘട്ടങ്ങളിലൂടെ എന്നാൽ അങ്ങനെയൊക്കെയുള്ള പിതൃക്കളുടെ ഒരു ദോഷം, പിതൃക്കളുടെ ശാപം, അവരുടെയൊക്കെ ഒരു ശാപം എന്തായാലും ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിരിക്കുമല്ലോ നമ്മൾ അടുത്ത തലമുറയിൽ അനുഭവിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ 7 തലമുറ വരെയാണെന്ന് ഞങ്ങൾ ജ്യോതിഷപ്രകാരം പറയുന്നത്. കാരണം അമ്മ വഴിയാണെങ്കിലും അച്ഛൻ വഴിയാണെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതൊരു 7 തലമുറ വരെ നിൽക്കും. കാരണം അത്രയ്ക്കും പ്രോബ്ലംസ് ആയിരിക്കും ഇവർ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പാപഫലമായിട്ട് അനുഭവിക്കാൻ കുറേ ഉണ്ടാവുമല്ലോ, ഓരോ തലമുറയിലും ഉണ്ടാവും. പിന്നെ സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ, സർപ്പങ്ങളുടെ പ്രശ്നങ്ങൾ, സർപ്പങ്ങളെ കൊല്ലുക, സർപ്പങ്ങളുടെ പുറ്റുമൊട്ട നശിപ്പിക്കുക, സന്താനങ്ങൾക്ക് ദോഷം വരുത്തുക. കാരണം ഭൂമിയിൽ ഏറ്റവും നമ്മൾ കാണുന്ന ദൈവങ്ങളാണ് സർപ്പങ്ങളെന്നാണ് വെപ്പ് എന്നല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. സർപ്പാരാധന പണ്ട് മുതലേ ഉണ്ട്. പണ്ട് മുതലേന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിലും പുരാതന കാലഘട്ടത്തിലൊക്കെ സർപ്പാരാധന പല സ്ഥലത്തും ഉണ്ടായിരുന്നുമുണ്ട്. അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള സന്താനങ്ങൾക്ക് ദുരിതം വരിക, മരണം, സന്താനങ്ങൾ ജനിക്കാതിരിക്കുക, ജനിക്കുന്ന സന്താനങ്ങൾക്ക് ബുദ്ധിപരമായിട്ടുള്ള വളർച്ചക്കുറവ്, ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും അനുഭവിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ ജാതകം നോക്കുമ്പോഴും ഒരു കുഴപ്പം ഒരു ജാതകത്തിന് ഒരു വ്യക്തിക്ക് ഉണ്ടാവില്ല.